ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ KP ഫാബിയാൻ കൂടി ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ നിലവിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ എത്ര നാൾ ഈ ടെൻഷൻ, ഈ പ്രഷർ ഇങ്ങനെ നമ്മൾ തുടരേണ്ടി വരും? ഒരു തിരിച്ചടി അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്, പാകിസ്ഥാൻ ഭയക്കുന്നുമുണ്ട്. അതിൻ്റെ പ്രകോപനങ്ങൾ അതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും കാണാനും കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ ഈ നിലവിലെ ഈ കടുത്ത നടപടികൾ, ഈ ജലമൊഴുക്ക് കുറച്ചുകൊണ്ടൊക്കെ ഉള്ള ഈ കടുത്ത നടപടികൾ പാകിസ്ഥാൻ അത് എങ്ങനെയാകും എടുക്കുക? ഇപ്പോൾ നമുക്ക് ഒന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ മിക്കവാറും ഒരു തിരിച്ചടി ബാലക്കോട്ട് പോലെ, അല്ലെങ്കിൽ ബാലക്കോട്ട് പ്ലസ് ഒരു തിരിച്ചടി അടുത്ത് തന്നെ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. ഏറ്റവും നല്ല സിനാരിയോ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു തിരിച്ചടി കൊടുക്കുക, അതേസമയത്ത് തന്നെ അമേരിക്ക വഴി പാകിസ്ഥാനെ അറിയിക്കുക തിരിച്ചടി എപ്പോഴാ വരാൻ പോണെന്നല്ല, ഈ തിരിച്ചടി ഇന്ത്യ ചെയ്യും. അത് ഇന്ത്യ നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക പ്രഖ്യാപനം വേണം. ആ പ്രഖ്യാപനത്തിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാതൊരു തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ഷൻ ഉണ്ടാകില്ല ഭാവിയിൽ എന്നുള്ള ഇത് വേണം. ഈ പ്രസ്താവന പാകിസ്ഥാൻ നേരത്തെയും തന്നിട്ടുണ്ട്, നമ്മൾ ഓർക്കുന്നുണ്ടാവാം. അത് മാത്രം പോരാ, ഈ പ്രഖ്യാപനത്തിന് ശേഷം കോൺസിക്വൻഷ്യൽ ആക്ഷനും വേണം. അതായത് ടെററിസ്റ്റ് ക്യാമ്പ്സ് എല്ലാം ഡിസ്മാന്റിൽ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിങ് ഇന്ത്യ അത് വെരിഫൈ ചെയ്യണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്താ പറയുക, നെയ്ബേഴ്സ് ആയിട്ട് തുടരാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു യുദ്ധം ഇന്ത്യ തുടങ്ങില്ല, പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും സ്റ്റംബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യ വേറെ പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അമേരിക്ക കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു റീജിയന് ഒരു യുദ്ധം ഉണ്ടാക്കരുത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്. പിന്നെ പാകിസ്ഥാനും ഒരുപാട് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നുണ്ട്, ന്യൂക്ലിയർ അതും ഇതൊക്കെ. അത് എന്താ പറയാ, നമ്മളെല്ലാം കേൾക്കുക, നമ്മൾ അതിലൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ചെയ്യുക, അധികം സംസാരിക്കരുത്. അതാണ് ബുദ്ധി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.